സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമ സാധാരണ വേഷത്തിലെ സാരിയൊക്കെ ഇട്ട് വീടിൻ്റെ പുറത്ത് സോഫയിലിരുന്ന് പതിയെ മയങ്ങുമായിരിക്കും. ഈ സമയത്തായിരിക്കും അമൃത അങ്ങോട്ടേക്ക് വരുന്നത്. ആ ശ്യാമേ, ഇവിടെ ഇരുന്ന് ഉറങ്ങിയോ? അന്നേരം ശ്യാമ പറയണേ, അത് പിന്നെ ഞാൻ രാധിക മോളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, പെട്ടെന്നങ്ങ് മയങ്ങിപ്പോയി. അവിടെ പ്രിയങ്ക വീണ്ടും വന്ന് താമസിക്കാൻ തുടങ്ങിയ കാര്യം രാധിക മോൾ പറഞ്ഞതിന് ശേഷം എന്തോ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുക. അതിന് ശ്യാമ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. രാധിക മോൾ ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല, നല്ല ബോൾഡാ. അവളുടെ സംസാരത്തിൽ നിന്നും അത് ശ്യാമയ്ക്ക് കൂടി വ്യക്തമായതല്ലേ? അതൊക്കെ ശരിയാ, എങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ ഭയം പൂർണ്ണമായിട്ട് മാറുന്നില്ല. എൻ്റെ മോളിപ്പോൾ ഒത്തിരി സന്തോഷത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുമ്പ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള ദുരന്തങ്ങളൊന്നും എൻ്റെ മോളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. അതാ എൻ്റെ മനസ്സിലിപ്പോൾ ഒരു പേടിയായിട്ട് കിടക്കുന്നത്. അന്നേരം അമൃത പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് പേടിക്കാനില്ല. രാധികയുടെ കാര്യത്തിൽ എന്തിനും എതിരും കട്ടക്ക് കൂടെ നിൽക്കുന്ന അവളുടെ ഭർത്താവായ വരുണില്ലേ, അമ്മയുടെ സ്ഥാനത്ത് ശ്യാമയുമില്ലേ, ഫിദയുടെ വേഷത്തിലാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോൾ രാധികയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അതോർത്ത് ശ്യാമയും വിഷമിക്കുകയൊന്നും വേണ്ട. അതെ, ഇവിടെ തന്നെ ഇരുന്ന് മയങ്ങാനാണ് ഉദ്ദേശം. ആരെങ്കിലും കണ്ടാലോ? രാധിക മോള് വന്നുപോയില്ലേ, ഇനി പാര് വരാനാ? ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട്, കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് അമൃതയെ ശ്യാമ അവിടെ നിന്നും പറഞ്ഞു വിടുവാണ്. എന്നിട്ട് വീണ്ടും ശ്യാമ അവിടെ ഇരുന്ന് മയങ്ങുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും വരുൺ അവിടെ എത്തുന്നത്. അങ്ങനെ കാറിൽ നിന്നിറങ്ങിയ വരുൺ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരിക്കും അവിടെ മയങ്ങിക്കിടക്കുന്ന ശ്യാമയെ കാണുന്നത്. അത് കാണുന്നതും വരുൺ വിശ്വസിക്കാനാവാതെ അരികിലേക്ക് ചെന്ന് നോക്കുവാണ്. അങ്ങനെ ശ്യാമയെ കണ്ട് വരുൺ അമ്പരന്നൊരു നിമിഷം നിൽക്കുവാണ്. എന്നിട്ട് മാഡം എന്ന് പറഞ്ഞ് വിളിക്കുക. ഈ സമയം ശബ്ദം കേൾക്കുന്നതും ശ്യാമ പെട്ടെന്ന് എണീറ്റ് തിരിയുമ്പോഴായിരിക്കും വരുണിനെ കാണുന്നത്. വരുണിനെ കാണുന്ന ശ്യാമയിൽ നിന്നങ്ങ് ഷോക്കാകുക. അന്നേരം വരുൺ ചോദിക്കണേ, ശ്യാമ മാഡം അല്ലേ? എനിക്ക് ശ്യാമ മാഡത്തിനെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ നേരി കാണാൻ പറ്റിയത്. സത്യം പറയാമല്ലോ, ഒത്തിരി സന്തോഷവും എനിക്ക്. ഈ സമയത്ത് അമൃത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമൃത അങ്ങനെ വരുണിനെ കാണുമ്പോൾ അങ്ങ് ഞെട്ടിപ്പോകുകയാണ്. ആ വരുണോ? മാഡം ഇവിടെ ഉണ്ടായിട്ടാണോ? ശ്യാമ മാഡത്തെ കാണണമെന്നുള്ളത് രാധികയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് മാഡത്തിന് അറിയില്ലേ? അങ്ങനെയുള്ളപ്പോൾ ശ്യാമ മാഡം ഇവിടെ വന്ന സമയത്ത് മാഡത്തിന് രാധിക ഒന്ന് വിളിച്ചുകൂടായിരുന്നു? അയാൾ ഇവിടെ ഉണ്ടോ? ഇനി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. രാധിക പോയതിന് ശേഷം ശ്യാമ വന്നത്. വരുണറിയാലോ, ശ്യാമ ഫിദയും ഫ്രണ്ട്സാണ്. അപ്പോൾ ഫിദയെ കാണാൻ വേണ്ടി ശ്യാമ വന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ ഞാൻ രാധികയെ വിളിക്കാം. അയാൾ 5 മിനിറ്റിനുള്ളിൽ ഇങ്ങോട്ട് വേഗം എത്തിക്കോളും. അതൊന്നും വേണ്ട വരുൺ എന്ന് ശ്യാമ പറയുന്നുണ്ട്. ഈ സമയം വരുൺ സമ്മതിക്കുന്നില്ല കേട്ടോ. മാഡം ഒരു 5 മിനിറ്റ്, ഞാൻ പെട്ടെന്ന് തന്നെ രാധികയെ കൂട്ടിക്കൊണ്ടുവരാം. അന്നേരം അമൃത പറയണേ, അയ്യോ അതിപ്പോൾ വേണ്ട വരുൺ, തൽക്കാലം ഇപ്പോൾ വേണ്ടെന്നേ ഉള്ളൂ. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അതിനുള്ള അവസരം ഒരുക്കാമല്ലോ. ശ്യാമയ്ക്കിപ്പോൾ നല്ല തിരക്കുണ്ട്. ശ്യാമയെ കൊണ്ടുപോകാനായിട്ട് ഉടനെ തന്നെ വണ്ടി എത്തും. ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് പിന്നീടാകാം. ആ എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ. എന്താണെങ്കിലും ശ്യാമ എടുത്ത് ഒരു സെൽഫി എടുത്തേക്കാം. എങ്ങനെ പറഞ്ഞ് ശ്യാമയുടെ ഒപ്പം നിന്ന് വരുൺ സെൽഫി എടുക്കുവാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ എന്ത് പറയണം, എങ്ങനെ എതിർക്കണം എന്നറിയാതെ ടെൻഷനോട് കൂടി ഭയന്ന് നിൽക്കുവാണ് കേട്ടോ. അമൃതയും കണ്ട് ടെൻഷനിൽ നിൽക്കുവാണ്. അന്നേരം വരുൺ ശ്യാമയോട് പറയുന്നുണ്ട്, സത്യം പറയാലോ, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. എങ്കിലും ചില പ്രത്യേക സമയത്ത് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ആയിരിക്കും നമ്മൾ ഇത്രയും കാലം എടുത്തതിലും ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നത്. സത്യം പറയാലോ, മാഡത്തിൻ്റെ ഒപ്പം എടുത്ത ഈ സെൽഫിയാണ് എന്നെ സംബന്ധിച്ച് ഞാനെടുത്ത ഫോട്ടോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. അന്നേരം അമൃത പറയണേ, എന്നാൽ ശരി വരും, ശ്യാമക്ക് റെഡിയായിട്ട് ഇറങ്ങാൻ സമയമായി, ശ്യാമ റൂമിലേക്ക് ചെന്നോളൂ. അങ്ങനെ പറഞ്ഞ് റൂമിലേക്ക് പറഞ്ഞു വിടുക. അന്നേരം അമൃത പറയണേ, എന്നാൽ പിന്നെ വരണം ഇറങ്ങിക്കോളൂ. അന്നേരം വരുൺ പറയണേ, എന്താണെങ്കിലും ഇവിടെ വരെ വന്നതല്ലേ, ഫിദ മാഡത്തെ കൂടി ഒന്ന് കണ്ടേക്കാം. ഫിദയെ പിന്നെ കണ്ടാൽ പോരെ? അത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ, രാധികയെക്കുറിച്ചുള്ളൊരു കാര്യം തന്നെ പറയാനാ. ഫിദ മാഡത്തെ ഒന്ന് വിളിച്ചിട്ട് വാ. രാധികയെക്കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണെന്ന് പറഞ്ഞു. രാധികയെക്കുറിച്ചുള്ള എന്ത് കാര്യവും? അത് പിന്നെ മറ്റൊന്നുമല്ല, ഈ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം അയാൾക്ക് പാട്ടിലുള്ള ശ്രദ്ധ കുറഞ്ഞു എന്നൊരു സംശയം. അയാളങ്ങനെ വെറുമൊരു ഭാര്യ മാത്രമായിട്ട് എൻ്റെ വീടിൻ്റെ 4 ചുവരുകൾ കൂടി അടച്ചിടാൻ എനിക്ക് ഉദ്ദേശമൊന്നുമില്ല. സംഗീത ലോകത്തേക്ക് അയാൾ തിരിച്ചെത്തിക്കണ്ടേ, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഫിദ മാഡത്തോട് സംസാരിക്കാനാ. അന്നേരം അമൃത പറയണേ, ഓ അതായിരുന്നോ? ആ കാര്യത്തെക്കുറിച്ച് രാധിക ഇവിടെ വന്ന സമയത്ത് ഫിദ പറഞ്ഞിട്ടുള്ളതാണ്. രാധിക പതിയെ തിരിച്ച് മ്യൂസിക് സ്കൂളിലേക്ക് വരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഫിദയെ കാണേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും അങ്ങനെയല്ലല്ലോ മാഡം, ഫിദ മാഡം ഇവിടെ ഇല്ലേ? ഞാനൊന്ന് കാണട്ടെ തന്നെ. ഫിദ മാഡം മാഡം ഇവിടെ ഇല്ലേ എന്നും പറഞ്ഞ് വരുൺ അകത്തേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം അമൃത ടെൻഷനിൽ നിൽക്കുവാണ്. അന്നേരം ശ്യാമ പർദ്ദയൊക്കെയിട്ട് ഫിദയുടെ വേഷത്തിൽ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടാകും. എന്താ വരുൺ? അങ്ങനെ ഫിദയെ കാണുന്നതും വരുൺ എന്ന് സംശയിക്കുവാണ്. വരുൺ വിചാരിച്ചത്
രണ്ടുപേരും ഒരാളാണെന്നുള്ള സംശയം വരൻ്റെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫിദ മാഡം വരില്ല എന്നാണ്. പെട്ടെന്ന് ഫിദയെ കണ്ടപ്പോൾ വരുൺ ഒന്ന് സംശയത്തോടെ നിൽക്കുവാണ്. അന്നേരം വരുൺ ഫിദയോട് പറയണേ, മാഡം, ഞാൻ രാധിക തിരിച്ച് സംഗീത ലോകത്തേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ മോളുമായിട്ട് സംസാരിച്ചതാണല്ലോ. ആണെന്ന് അമൃത മാഡം പറഞ്ഞു. പിന്നെ എന്താണെങ്കിലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ മാഡത്തെ കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശ്യാമ മാഡത്തെ കണ്ടു, എനിക്കൊത്തിരി സന്തോഷമായി. രാധികൾക്കും കൂടി ശ്യാമ മാഡത്തെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. അന്നേരം ഫിദ പറയണേ, അതിനി പിന്നീടൊരിക്കലാകാം. ശ്യാമയ്ക്കിന്ന് നല്ല തിരക്കുകളുണ്ട്. തിരക്കിനിടയിലും ചില ആവശ്യങ്ങളുള്ളത് കാരണം എന്നെ കാണാൻ ഇവിടെ വന്നത്. എന്നാൽ പിന്നെ മറ്റൊന്നുമില്ലെങ്കിൽ വരണം, ഇറങ്ങിക്കോളൂ. ആ സമയം വരൻ പറയണേ, മാഡം, എനിക്ക് ഒരു ആഗ്രഹം കൂടിയുണ്ട്, ഒരു ചെറിയ ആഗ്രഹം. നിങ്ങൾ രണ്ടാളുടെയും കൂടി ഇന്ന് ഒരു ഫോട്ടോ എടുക്കണം. അതിനെന്താ, വരൻ ഇവിടെ വന്ന് നിന്നോളൂ എന്ന് പറഞ്ഞ് അമൃതേനെ അടുത്തേക്ക് വിളിക്കുവാണ്. അന്നേരം വരൻ പറയണേ, അല്ല, നിങ്ങൾ രണ്ടാളും അല്ല, അതെനിക്ക് എപ്പോൾ വേണമെങ്കിലും വന്നെടുക്കാമല്ലോ. ഫിദ മാഡത്തിൻ്റെ അടുത്ത കൂട്ടുകാരിയായ ശ്യാമ മാഡത്തിൻ്റെ ഒപ്പം ഉള്ളൊരു സെൽഫി. വരൻ, അതിപ്പോൾ പറ്റില്ല, ശ്യാമ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നീട് നമുക്ക് മറ്റെപ്പോഴെങ്കിലും ആകാം. രാധിക മോളും കൂടി വരുമ്പോൾ മോളുടെ ഒപ്പം ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം. മോൾക്കും ശ്യാമയെ കാണാൻ ആഗ്രഹമുണ്ടല്ലോ. എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ. എന്താണെങ്കിലും ഇപ്പോൾ ഫിദ മാഡത്തിനൊപ്പം ഒരു ഫോട്ടോ എടുക്കാമല്ലോ, ഒരു സെൽഫി. നിങ്ങളെ രണ്ടുപേരുടെയും ഒപ്പം ഒരുമിച്ച് നിന്നെടുക്കാൻ ഭാഗ്യമില്ല എന്നല്ലേ ഉള്ളൂ. മാഡത്തിനൊപ്പം എടുക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ വരുൺ ഫിദയോടൊപ്പം നിന്ന് സെൽഫി എടുക്കുവാണ്. എന്നാൽ പിന്നെ ശരി മാഡം, എന്താണെങ്കിലും ശ്യാമ മാഡം ആരാണെന്ന് എനിക്കൊന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞല്ലോ, അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നാൽ പിന്നെ കാണാം. അങ്ങനെ പറഞ്ഞ വരൻ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം ടെൻഷനോടുകൂടി നിൽക്കുവാണ് ശ്യാമയും. അമൃതയ്ക്ക് ശ്യാമ അമൃതയോട് ചോദിക്കണേ, എടതി, വരുണിന് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവുമോ? അങ്ങനെയൊന്നുമില്ല, നമ്മൾ ശ്യാമയുടെ കാര്യം പറഞ്ഞ് മാനേജ് ചെയ്തിട്ടുണ്ടല്ലോ. വരുണതൊക്കെ വിശ്വസിച്ച മട്ടാണ്, പേടിക്കൊന്നും വേണ്ട. എന്നാലും എനിക്കെന്തോ ഒരു സംശയം പോലെ വരുണിൻ്റെ കുത്തിക്കുത്തിയുള്ള സംസാരവും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഇനി എന്തേലും വരുണിന് മനസ്സിലാക്കി കാണുമോ? മനസ്സിലായെങ്കിൽ തന്നെ ഇപ്പം എന്താ പ്രശ്നം? ചിലപ്പോൾ നിങ്ങൾ അമ്മയും മോൾക്കിടയിലുള്ള ഈ ഒരു മുഖംമൂടിയൊക്കെ അഴിഞ്ഞു മാറ്റാനുള്ള സമയത്തിന് ഒരു മുന്നോടിയായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചെന്നെങ്കിലോ? ഏട്ടത്തി, അങ്ങനെയൊന്നും പറയില്ലേ. വരുണിൻ്റെ കാര്യം ഓർത്ത് എനിക്കൊരു പേടിയില്ല. വരുൺ സത്യങ്ങൾ അറിയുന്നതും അല്ല എൻ്റെ പ്രശ്നം. രാധികമ്മൾ അറിഞ്ഞാൽ അവൾ എന്നെ അമ്മയായിട്ട് അംഗീകരിക്കുമോ? ആ ഒരു ടെൻഷൻ്റെയും ഭയത്തിൻ്റെയും പേരിലല്ലേ ഇത്രയും നാളും അവൾക്ക് മുമ്പിൽ ഈ വേഷത്തിൽ നടന്നത്. അവളെ പ്രസവിച്ചു ഉപേക്ഷിച്ച് കളഞ്ഞ അമ്മയായിട്ടല്ലേ ഞാൻ അവളുടെ മനസ്സിലുള്ളത്. അങ്ങനെയുള്ളപ്പോൾ അവൾ എന്നെ സ്നേഹിക്കുമോ? എന്താണെങ്കിലും ശ്യാമ സമാധാനമായിട്ടിരിക്കുമോ? തൽക്കാലം വരുന്ന സംശയമൊന്നും തോന്നിയിട്ടില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിന് നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാം, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? അങ്ങനെ പറഞ്ഞ ശ്യാമയെ സമാധാനിപ്പിക്കുകയാണ് അമൃത. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് തിരിച്ചെത്തുന്ന രാധികനെയാണ്. രാധിക അങ്ങനെ മുറ്റത്തൂടെ നടന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്തായിരിക്കും കൽപ്പന ചെറിയമ്മക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് ഗസ്റ്റ് ഹൗസിൽ നിന്ന് തിരിച്ചു വരുന്നത് കാണുന്നത്. അങ്ങനെ രാധിക പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിൽ നിന്ന് പാത്രമൊക്കെ ആയിട്ട് വരുന്ന കൽപ്പനയെ കാണുവാണ് കേട്ടോ. അന്നേരം കൽപ്പനയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ പാത്രമൊക്കെ പുറകിലേക്ക് മറിച്ച് പമ്മി നിൽക്കുവാണ്. അങ്ങനെ രാധിക കൽപ്പനയുടെ അരികിലേക്ക് ചെല്ലുക. ഏട്ടത്തി എന്താ ഇവിടെ? എന്താ ഗസ്റ്റ് ഹൗസിൽ നിന്ന് വരുന്നത്? എന്താ അവിടെ വല്ല ഗസ്റ്റുകളും വല്ലതും ഉണ്ടോ? ആരുണ്ടെന്ന്? ഏട്ടത്തിൻ്റെ കയ്യിലെന്താ? ഇതെന്താ ഈ പാത്രങ്ങളും കൊണ്ട് ഏട്ടത്തി എന്തിനാണ് അവിടെ പോയത്? അത് പിന്നെ ഞാനേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു സ്വാമിജിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ച് ഏകാഗ്രമായ മനസ്സോടെ ഇരുന്ന് കാണണം എന്ന് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഒതുങ്ങി ശാന്തമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല വീഡിയോയാണ്, നല്ല നല്ല ഉപദേശങ്ങളൊക്കെ തരും. നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയൊരു മനുഷ്യരാകാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ളൊരു വീഡിയോ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ മനസ്സിൽ പല ദുഷ്ടചിന്തകളും ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി പുതിയൊരു ജീവിതം എനിക്ക് സൂര്യൻ്റെ ഒപ്പം തുടങ്ങണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അല്ല, അതൊക്കെ ശരി, അതിന് ഈ പാത്രം കൊണ്ടൊന്നും ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ രാധികയെ ആ വീഡിയോയിൽ സ്വാമിജി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് വലിയ കാര്യമാണെന്ന്. അതുകൊണ്ട് പ്രാണികളുടെ സന്തോഷം അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. സത്യം പറയാമല്ലോ, ഇപ്പം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോയതാ. ഞാൻ ഈ ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ അവരെത്ര സന്തോഷത്തോടെയാണെന്നറിയോ അതൊക്കെ കഴിച്ചത്. അവരുടെ സന്തോഷം കണ്ടപ്പോൾ ആ സ്വാമിജി പറഞ്ഞ പോലെ എൻ്റെ മനസ്സും അങ്ങ് നിറഞ്ഞു. ഈ സമയം ഉർവശിയാണെങ്കിൽ ജനലിൻ്റെ അവിടെ നിന്ന് അവർ സംസാരിക്കുന്നത് മറിഞ്ഞു നിന്ന് നോക്കുവാണ്. അതുകൊണ്ട് ഉർവശി ഭയന്ന് നിൽക്കുക. പെട്ടെന്ന് ജനലിൻ്റെ അങ്ങോട്ടേക്ക് രാധിക നോക്കുന്നത് കാണുന്നതും ഉർവശി വേഗം തന്നെ അവിടെ നിന്ന് മാറിക്കളയുക. അന്നേരം രാധിക പറയണേ, അയ്യോ, അവിടെ ആ ജനലിൻ്റെ അവിടെ ആരോ നിൽക്കുന്ന പോലെ തോന്നിയല്ലോ. അതോ? അവിടെ വെച്ചാൽ ഞാൻ പക്ഷികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തത്. അപ്പോൾ ഏതെങ്കിലും പക്ഷി അവിടെ നിന്ന് പറന്നു പോയത് വല്ലതുമായിരിക്കും. ആണോ? എന്നാലേ നമുക്കൊന്ന് അവിടെ പോയി നോക്കിയിട്ട് വരാം. എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരാളിപ്പോൾ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോയി എന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും അവിടെ ചെന്നാലേ അതുകൾക്കത് ഇഷ്ടമില്ലെന്നേ. ഒരു കാര്യം ചെയ്യ്, നാളെ രാധികയും ഭക്ഷണം കൊടുക്കാൻ വാ. അപ്പോൾ പിന്നെ രാധികയും അവർക്കൊക്കെ പരിചയമാകുമല്ലോ. തൽക്കാലം നമുക്കിപ്പോൾ പോകാൻ രാധികയും.
അന്നേരം രാധികയ്ക്ക് എന്തൊക്കെ സംശയം തോന്നുക. രാധിക പറയണേ, ഏട്ടത്തി, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അവസാനം ഒന്നും പറന്നു പോകാതെ നോക്കിയാൽ മതി. നീ വാ രാധികെ എന്ന് പറഞ്ഞ് രാധികയെ ബലമായിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുവാണ് കേട്ടോ കൽപ്പന. പിന്നീട് കാണിക്കുന്നത് കാറിലിരുന്ന് ശ്യാമയോടൊപ്പം എടുത്ത സെൽഫി നോക്കുന്ന വരുണിനെയാണ് കേട്ടോ. അതിനുശേഷം ഫിദയോടൊപ്പം എടുത്ത സെൽഫി നോക്കുവാണ്. രണ്ടുപേരുടെയും കണ്ണുകൾ സൂം ചെയ്ത് നോക്കുന്ന വരുണിനെ രണ്ടാളും ഒരാളാണെന്ന് മനസ്സിലാകുക. അപ്പോൾ എൻ്റെ സംശയം തെറ്റിയില്ല. ഫിദ മേഡവും ശ്യാമ മേഡവും ഒരാൾ തന്നെയാണ്. രാധികയുടെ അമ്മ ശ്യാമ മേഡം തന്നെയാണ്. രാധികയെ സ്നേഹിക്കാനായിട്ടാണ് ഫിദ മേഡത്തിൻ്റെ വേഷത്തിൽ ശ്യാമ മാഡം തൻ്റെ ഐഡൻറ്റിറ്റി മറച്ച് നടക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സന്തോഷത്തോടെ വരുൺ ഫോണെടുത്ത് രാധികയെ വിളിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ രാധികയാണെങ്കിൽ കോൾ എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ വരുൺ വേഗം തന്നെ കണിമംഗലത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ മുറ്റത്ത് ചെടികൾക്കൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുക. ഈ സമയം വരുൺ സന്തോഷത്തോടെ മുത്തശ്ശി അരികിലേക്ക് ഓടി വരിക. മുത്തശ്ശി, ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്. ഞാൻ ഇന്ന് ഫിദ മാഡത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ശ്യാമ മാഡത്തെ കണ്ടു എന്ന് മാത്രമല്ല മാഡത്തിനൊപ്പം സെൽഫി എടുത്തു. കാണിച്ചു തരട്ടെ? അങ്ങനെ പറഞ്ഞ് വരുൺ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുവാണ്. ശ്യാമയുടെ ഫോട്ടോ കൊണ്ട് മുത്തശ്ശി അങ്ങ് ഞെട്ടി അത്ഭുതത്തോടെ നിൽക്കുക. ഇതെന്തൊരു അതിശയമാണ്! കണ്ട രാധിക മോളെ പോലെ തന്നെയുണ്ടല്ലോ. പലരും ശ്യാമയും രാധികയും തമ്മിൽ സാമ്യമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇത്രയധികം സാമ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒന്നിച്ച് കണ്ട അമ്മയും മകളെയും പോലെ തന്നെയുണ്ട്. മുത്തശ്ശി, എന്നാലേ ഒരു കാര്യം കൂടി കേട്ടോ. ഈ ഫിദ മാഡം ശ്യാമ മാഡം ഒന്ന് തന്നെയാണ്. രാധികയെ പ്രസവിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അയാളെ എവിടെയോ ഉപേക്ഷിച്ച് കിട്ടിയെന്നല്ലേ ദേവനാരായണ തിരുമേനി പറഞ്ഞിട്ടുള്ളത്. രാധികയെ പ്രസവിച്ച ആ അമ്മ ഈ ശ്യാമ മാഡമാണെങ്കിലോ? വരും, നീ എന്തൊക്കെയാണ് പറയുന്നത്? ശ്യാമയാണ് രാധികയുടെ അമ്മയെന്നോ? എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെങ്ങനെ സംഭവിക്കും? ഒരു പക്ഷെ അങ്ങനെയാണെങ്കിലോ? എൻ്റെ മനസ്സിൽ ആ ഒരു സംശയമുണ്ട് മുത്തശ്ശി. ശ്യാമ മാഡത്തിന് നേരിട്ട് രാധിക തൻ്റെ മകളായി സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫിദ മാഡത്തിൻ്റെ വേഷത്തിൽ ഈ ഒരു മുഖംമൂടിയിൽ രാധികയുടെ അരികിലേക്ക് എത്തുന്നതും രാധികയെ പൊന്നുപോലെ സ്നേഹിക്കുന്നതും. ഇത്ര നാൾ കൊടുക്കാതിരുന്ന അമ്മയുടെ വാത്സല്യവും സ്നേഹവും മുഴുവൻ രാധികയ്ക്ക് കൊടുക്കുമല്ലേ ഫിദ മാഡം? ഞാൻ പറയുന്നത് സത്യമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നില്ലേ? വരുൺ, നീ പറയുന്നതിലും കാര്യമൊക്കെയുണ്ട്. എന്താണെങ്കിലും ഞാൻ ഈ സന്തോഷ വാർത്ത രാധികയെ പോയി അറിയിക്കട്ടെ. അയാൾ ഇത്ര നാൾ കാത്തിരുന്ന അമ്മ, അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ശ്യാമ മാഡം അറിയുമ്പോൾ അയാൾക്കും ഒത്തിരി സന്തോഷമാകുമല്ലേ മുത്തശ്ശി? ഇപ്പം തന്നെ എനിക്ക് അയാളെ കൊണ്ടുചെന്ന് ശ്യാമ മാഡത്തിന് മുമ്പിൽ നിർത്തണം. അന്നേരം ജയഭാരതി മുത്തശ്ശി പറയുക, വരും, അതൊക്കെ വേണോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. നീ എടുക്കുന്ന തീരുമാനം ഒരിക്കലും രാധികയും ശ്യാമയും തകർക്കാൻ പാടില്ല. സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അന്നേരം പറഞ്ഞേ, എന്താണെങ്കിലും ഞാൻ ഈ ഫോട്ടോ രാധികയെ കാണിക്കാൻ പോകുക. എന്നിട്ട് അയാളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയണം. അതറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പറയാൻ. സത്യം പറയാമല്ലോ, ഞാൻ ഒത്തിരി എക്സൈറ്റ്മെൻറ്റിലാണ് മുത്തശ്ശി. ഇപ്പം തന്നെ ഞാനിത് അയാളെ ചെന്ന് കാണിക്കട്ടെ. ഈ വീട്ടിലെല്ലാവരും ഒരു അനാഥയാണെന്ന് പറഞ്ഞ് പലരും പല സമയത്തും അയാളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവരെല്ലാവരും അറിയണം ശരിക്കും എൻ്റെ രാധിക ആരാണെന്ന്. അന്നേരം മുത്തശ്ശി പറയണേ, സത്യം പറയാലോ, അവൾ ഇത്ര നാളും കുറ്റപ്പെടുത്തിയതും തള്ളിക്കളഞ്ഞവരും ഒക്കെ ഈ ഒരു കാര്യം അറിയുമ്പോൾ ഒന്നും അല്ലാതായി മാറും. അതേ മുത്തശ്ശി, ആ ഒരു നിമിഷത്തിനാണ് ഞാനും കാത്തിരിക്കുന്നത്. ഞാനെന്താ കളയെങ്കിലും ഇതുകൊണ്ട് അയാളോട് കാണിച്ച് എല്ലാ കാര്യങ്ങളും പറയട്ടെ. അങ്ങനെ പറഞ്ഞവരും തുള്ളിച്ചാടി അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം രാധിക അവിടെ ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം വരണം വന്ന് ചോദിക്കണേ, എടോ, തൻ്റെ ഫോണിലേക്ക് ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? ആണോ? ഇത്രയും നേരം ഫോൺ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായല്ലോ. എവിടെ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ഫോൺ എടുക്കുമ്പോഴായിരിക്കും കേട്ടോ അത് സ്വിച്ച് ഓഫ് ആണെന്ന് രാധിക കാണുന്നത്. അയ്യോ, സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഫിദ മാഡത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഫോണിൽ ചാർജ് തീർന്ന കാര്യമൊന്നും ശ്രദ്ധിച്ചില്ല. അല്ല, എന്തിനാണ് വിളിച്ചത്? അതോ, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അതെന്താണെന്ന് വെച്ചാൽ ശ്യാമ മാഡത്തെ കാണണം. എന്നാൽ കേട്ടോ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഗായിക ശ്യാമയെ നേരിൽ കണ്ടു എന്ന് മാത്രമല്ല, കൂടെ നിന്ന് സെൽഫി എടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ചുമ്മാ കള്ളം പറയല്ലേ വരും? ഫോൺ എടുക്കാത്തതിന് ഓരോ കള്ളക്കഥയുമായിട്ട് വന്നിരിക്കുകയാണ്. വരുൺ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശ്യാമ മാഡം വന്ന് വരുണിൻ്റെ മുമ്പിൽ നിന്ന് കാണും. എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞ് രാധിക ഒന്നും വിശ്വസിക്കാതെ തിരിഞ്ഞു നിന്ന് തുണിയൊക്കെ മടക്കുവാണ്. അന്നേരം വരുൺ ഫോൺ എടുത്ത് താനെടുത്ത സെൽഫി ഉണ്ടല്ലോ അത് രാധികയെ കാണിക്കുവാണ്. ആ ഫോട്ടോ കാണുന്നതും കണ്ണുകൾ വിശ്വസിക്കാനാവാതെ ഞെട്ടലോടുകൂടി ആ ഫോട്ടോയിലേക്ക് തന്നെ ഒത്തിരി സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ് കേട്ടോ രാധിക. അങ്ങനെ രാധിക ശ്യാമയുടെ ആ ഫോട്ടോയ്ക്ക് സൂം ചെയ്ത് നോക്കുക. വരുൺ, സത്യമാണോ പറയുന്നതൊക്കെ? വരുൺ എവിടെ വെച്ചാൽ ശ്യാമ മഠത്തെ കണ്ടത്? ശ്യാമ മഠത്തിൻ്റെ വീട്ടിൽ പോയോ അതോ പുറത്തെവിടെയെങ്കിലും വെച്ചാണോ കണ്ടത്? എന്താ നിങ്ങൾ സംസാരിച്ചത് എന്നൊക്കെ രാധിക ഒത്തിരി എക്സൈറ്റ്മെൻറ്റോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വരുൺ പറയണേ, എടോ, താനൊന്ന് സമാധാനപ്പെട്. ഇങ്ങനെ ഒറ്റ ശ്വാസത്തെയെല്ലാം ചോദിക്കാതെ. ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ താനും ശ്യാമ മാഡവും തമ്മിൽ നല്ല സാമ്യമുണ്ടെന്ന്. ഇപ്പം തന്നെ നേരിട്ട് കണ്ടപ്പോൾ എന്ത് പറയുന്നു? സത്യം പറയാമല്ലോ, ശ്യാമ മാഡത്തെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അന്നേരം വരുൺ പറയണേ, നിങ്ങളെ രണ്ടാളെയും കൂടി ആരെങ്കിലും ഒരുമിച്ച് കണ്ട അമ്മയും മോളും ആണെന്നേ പറയുള്ളൂ.
അങ്ങനെയാണോ? പിന്നെ അല്ലാതെ അത്രയ്ക്ക് സാമ്യമല്ലേ നിങ്ങൾ തമ്മിൽ? ഇനിയിപ്പോൾ ഒരു പക്ഷേ ഈ ശ്യാമ മാഡം തന്നെയാണ് തൻ്റെ അമ്മയെങ്കിലോ? വേറെ എന്തൊക്കെ പറയുന്നത്? ഗായിക ശ്യാമ മാഡം എൻ്റെ അമ്മയാകാനോ? അത് ഒരിക്കലും സാധിക്കില്ല. എടോ, താനൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ ഒരു പക്ഷേ ഗായിക ശ്യാമ മാഡമാണ് തൻ്റെ അമ്മ. അങ്ങനെയാണെങ്കിൽ തൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? അത് കേൾക്കുന്നതും രാധികയുടെ മുഖമൊക്കെ മാറുവാണ്. രാധിക പറയണേ, വരും, എന്നെ സംബന്ധിച്ച് എന്നെ ജനിച്ച ഉടനെ തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ അമ്മ, അവരോട് എനിക്ക് വെറുപ്പാണ്. അവരെന്തെങ്കിലും മുമ്പിൽ കണ്ട ചോദിക്കാൻ എൻ്റെ മുമ്പിൽ 1000 ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് അവരെന്നെ ഉപേക്ഷിച്ചത്? എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നരകതുല്യമാക്കി എന്നൊക്കെ ചോദിക്കണം. ഞാൻ ശ്യാമ മേഡത്തെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആ ശ്യാമ മേഡം എൻ്റെ അമ്മയായി കഴിഞ്ഞാൽ എനിക്കൊരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല. അതെനിക്ക് താങ്ങാൻ പോലും ആവില്ല. അതുകൊണ്ട് വരൻ, ഈ സംസാരം ഇപ്പോൾ ഇവിടെ വിട്ടേക്ക്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കേണ്ട. ശ്യാമ മാഡം, ഞാൻ എന്നും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനായിട്ട് എന്നെ എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി. അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു ബന്ധവും വേണ്ട. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകുവാണ്. രാധികയുടെ മറുപടി കേൾക്കുന്നതും വരനാകെ സങ്കടമാകുവാണ്. വരൻ അങ്ങനെ വിഷമത്തോടെ പുറത്തേക്ക് വന്ന് മുത്തശ്ശിയോട് രാധികയുടെ നിലപാട് എന്താണെന്ന് പറയുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുന്നതും മുത്തശ്ശി വരണേ, രാധിക മോളെ പറഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്യാമ അവളുടെ അമ്മയാണെങ്കിൽ തന്നെ അവൾക്കതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവൾക്കത് സഹിക്കാൻ പോലും ആവില്ല. അവളുടെ കണ്ണിൽ ഇപ്പോഴും അവൾ ഉപേക്ഷിച്ച് കളഞ്ഞ അമ്മയോട് അവൾക്ക് ദേഷ്യമാണ്. ആ നിലക്ക് നീ കണ്ടെത്തിയ കാര്യം, നിന്റെ സംശയങ്ങളൊന്നും അവളോട് പറയാഞ്ഞത് തന്നെയാണ് നല്ലത്. ഒരുപക്ഷെ സത്യം എന്താണെന്നറിഞ്ഞാൽ അവൾ തകർന്നു പോകും. അവളുടെ ജീവിതത്തിൽ എല്ലാം നടത്തി കൊടുക്കുന്നത് അവളുടെ ഭഗവാൻ കൃഷ്ണൻ തന്നെയല്ലേ. അപ്പോൾ ആ ഭഗവാൻ തന്നെ അമ്മയും മകളും ഒന്നിക്കേണ്ട നിമിഷം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും. ആ സമയത്ത് തന്നെ എല്ലാം സംഭവിക്കട്ടെ. അന്നേരം വരണം പറയണേ, മുത്തശ്ശി പറഞ്ഞത് തന്നെ ശരി. എന്താണെങ്കിലും ഞാനായിട്ട് പറയില്ല. സത്യം പറഞ്ഞാൽ ഒത്തിരി എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. പക്ഷേ അയാളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുവാണ്. എന്താണെങ്കിലും സമയം വരട്ടെ. സമയമാകുമ്പോഴേക്കും അറിയേണ്ട സത്യങ്ങൾ എല്ലാവരും അറിയും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും നീ ഈ വക സംശയങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. അന്നേരം പറയണേ, പിന്നെ എൻ്റെ രാധികയ്ക്ക് വേണ്ടി ഞാനതൊക്കെ ചെയ്യാതിരിക്കുമോ മുത്തശ്ശി? അയാളുടെ സന്തോഷം കാണാൻ ഞാൻ ഏതറ്റം വരെയും പോകും. പിന്നീട് കാണിക്കുന്നത് ഗൗതമും എസ് ഐ അജിത്തും കൂടി സംസാരിക്കുന്നതാണ്. ഗൗതമാണെങ്കിൽ ആ ബെഞ്ചമിനെ കുറിച്ചുള്ള ഓരോ സംശയങ്ങൾ അജിത്തിനോട് ചോദിക്കുവാണ്. അതെ, ആ ബെഞ്ചമിൻ പൈസ വാങ്ങിച്ചിട്ട് പോയിട്ട് കുറേ ദിവസങ്ങളായി. ഇപ്പോഴും രാധികയുടെ വരൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അവൻ എടുത്തിട്ടില്ല. അവനെ കണ്ട ഒരു കൊലപാതകമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സാഹിത്യം പറഞ്ഞു നടക്കുന്ന ഒരുത്തൻ. എനിക്കെന്തോ അവനെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബെഞ്ചമിനെ കുറിച്ച് ഭയങ്കര വില കുറച്ച് സംസാരിക്കുക. അതൊക്കെ കേട്ടിട്ട് എസ് ഐ അജിത്ത് പറയണേ, എടോ ഗൗതം, തനിക്ക് ബെഞ്ചമിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ് അവന് ശരിക്കും ഇതുപോലെയുള്ള ചീള് കേസ് ഏറ്റെടുക്കേണ്ട കാര്യം പോലുമില്ല. ഞാൻ കുറേ നിർബന്ധിച്ചിട്ടാണ് അവൻ ഈ കാര്യം ഏറ്റെടുത്തത്. പിന്നെ തൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ആ രാധികനെ വരുണ്ണെ ഇല്ലാതാക്കാൻ മാത്രമല്ല, കണിമംഗലത്തെ മുഴുവൻ സ്വത്തുക്കളും നിങ്ങളുടെ പേരിലാക്കാൻ കൂട്ടു നിൽക്കുക. ആ ഒരു ദൗത്യം കൂടിയാണ് ബെഞ്ചമിൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ആദ്യം തൻ്റെ മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത സംശയങ്ങളൊക്കെ എടുത്തു മാറ്റി. അല്ലവാ ഇനിയും തൻ്റെ ഉള്ളിൽ ഞങ്ങളെക്കുറിച്ച് സംശയമുള്ളതെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. എന്താ, അത് മതിയോ? അന്നേരം ഗൗതം പറയണേ, അതൊന്നും വേണ്ട സാർ. എൻ്റെ മനസ്സിലുള്ള ടെൻഷനും ഭയമൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത്ര നാളും എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ അച്ഛൻ്റെ അരികിൽ പോയി പറയുക, അച്ഛൻ എനിക്ക് ആവശ്യമുള്ള പൈസ തരും. എന്നാൽ ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടി ഞാൻ അലയേണ്ടി വരുമ്പോൾ സത്യം പറഞ്ഞാൽ മടുപ്പ് തോന്നുവാണ്. അത് കേൾക്കുന്നതും അജിത്ത് പറയുവാണ്, അതിപ്പോൾ ഇത്ര നാൾ സുഖലോലുപെ വളർന്ന് അച്ഛൻ്റെ കീഴിൽ വളർന്ന് തനിക്ക് പെട്ടെന്ന് പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിൻ്റെയും അധ്വാനിക്കേണ്ടതിൻ്റെയൊക്കെ കാര്യം വന്നപ്പോൾ ഉണ്ടായ ഒരു മടുപ്പാണ്. അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട. ഇപ്പം കുറച്ച് കഷ്ടപ്പെട്ടാലേ പിന്നീട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ നേടിയെടുക്കാൻ പറ്റൂ. അപ്പോൾ തൻ്റെ സംശയങ്ങളൊക്കെ മാറിയെങ്കിൽ ഞാൻ ചെന്നോട്ടെ. കുടുംബത്തിൻ്റെ ഒപ്പം ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി റെഡിയായി നിന്ന് എന്നെയാണ് താൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എടോ, ഞാനൊരു പോലീസുകാരനാണ്, കാക്കി ഉടുപ്പിട്ട ആളാണ്. എങ്കിലും കുടുംബത്തോടൊപ്പം ചിലവഴിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു ഭർത്താവ് മാത്രമാണ്. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനിയെങ്കിലും ഇതുപോലെ എന്നെ വിളിച്ചു വരുത്താതിരിക്കാൻ താനൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ പറഞ്ഞ് എജിത്തോടെ നിന്നും പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ കൽപ്പന ഉർവശിക്ക് വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ പാത്രത്തിലാക്കുവാണ്. ഈ സമയം അതുവഴി പോകുന്ന രാധിക ഈ കാഴ്ച കണ്ട് അവിടെ സംശയത്തോടു കൂടി മറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്